നമ്മുടെ ബോഡിയിലെ തന്നെ ഏറ്റവും ഡെലിക്കേറ്റും എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒരു ഓർഗനാണ് കണ്ണുകൾ എന്ന് പറയുന്നത്. ഉറങ്ങുമ്പോൾ മാത്രമേ നമ്മൾ നമ്മുടെ കണ്ണുകൾ അടയ്ക്കുന്നുള്ളൂ. അല്ലാത്ത സമയം മുഴുവനും നമ്മുടെ കണ്ണുകൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഓർഗനായിട്ട് പോലും നമ്മൾ പലപ്പോഴും കണ്ണുകൾക്ക് വേണ്ടത്ര ശ്രദ്ധയോ സുരക്ഷയോ നൽകുന്നില്ല എന്നതാണ് സത്യം. കണ്ണില്ലാതാവുമ്പോഴേ കണ്ണിൻ്റെ വില അറിയൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് കണ്ണുകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ശീലങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് സ്റ്റാരിങ് അറ്റ് സ്ക്രീൻസ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കണ്ണടകൾ ധരിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ 4 ഇരട്ടി വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ കാരണം വളരെയധികം ഓബ്വിയസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സെൽഫോണുകളും അതുപോലെ ലാപ്ടോപ്പുകളും TV ഒക്കെ കാരണമാണ് നമ്മുടെ കണ്ണുകളുടെ കാഴ്ചശക്തി വളരെയധികം മോശമായി മാറുകയും അതിനാൽ തന്നെ നമുക്ക് കണ്ണടകൾ ധരിക്കേണ്ട അവസ്ഥ വരുന്നത്. കണ്ണൊന്ന് ചിമ്മുക പോലും ചെയ്യാതെ നമ്മൾ ഒരുപാട് നേരം ലാപ്ടോപ്പിലോ മൊബൈൽ ഫോണിലോ TV സ്ക്രീനിലോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകളിൽ ഡെഡ് സെൽസ് അക്യുമുലേറ്റ് ചെയ്യുകയും അങ്ങനെ നമുക്ക് വിഷ്വൽ ഇമ്പയർമെൻറ്റ് അഥവാ കാഴ്ചശക്തിക്ക് തകരാറ് സംഭവിക്കുകയും ചെയ്യുന്നു. ദിവസം മുഴുവൻ കമ്പ്യൂട്ടറുകൾക്കും TVക്കും അല്ലെങ്കിൽ മൊബൈൽ ഫോണിനും മുന്നിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മണിക്കൂറിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ബ്രേക്ക് എടുത്ത് ഒരല്പം വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം കണ്ണുകളെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ ബ്രേക്ക് എടുക്കുന്നത് തീർച്ചയായും നമ്മുടെ ജോലി സമയത്തും നമുക്ക് വളരെയധികം ആശ്വാസകരമായിരിക്കും. മാത്രമല്ല നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും കാഴ്ചശക്തിക്കും വളരെയധികം ഹെൽപ്ഫുള്ളുമായിരിക്കും. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ക്ലാരിഫൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിന് വിപരീതമായിട്ട് ഒരു ഓതർ ജെയിംസ് ക്ലിയർ അദ്ദേഹത്തിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള പുസ്തകത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ചെറിയ കാര്യങ്ങൾ മാറ്റുന്നതിലൂടെ ലൈഫിൽ തന്നെ എങ്ങനെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാമെന്ന് അദ്ദേഹത്തിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. സോ ഈ ഒരു പുസ്തകത്തിന്റെ മുഴുവൻ സമ്മറി അത് മലയാളത്തിൽ കുക്കു FM ആപ്ലിക്കേഷനിൽ കേൾക്കാനിടയുണ്ടായി. കുക്കു FM പ്ലേ സ്റ്റോറിൽ 4.5 റേറ്റിംഗോട് കൂടിയ ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ TGM50 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ 1 ഇയർ ഒരു വർഷത്തെ 399 റുപ്പീസ് വോത്ത് ആയിട്ടുള്ള പാക്കേജ് നിങ്ങൾക്ക് 199 രൂപയ്ക്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതുമാത്രമല്ലാതെ അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള പുസ്തകങ്ങൾ മാത്രമല്ലാതെ 1000+ അവേഴ്സ് ഓഫ് ഓഡിയോ ബുക്സ് ആൻഡ് അതുപോലെ തന്നെ ബുക്ക് സമ്മറീസ് മറ്റൊരുപാട് റീജിയണൽ ലാംഗ്വേജസിൽ കൂടി അവൈലബിൾ ആണ്. സോ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് റബ്ബിംഗ് ദി ഐസ് ആണ്. നമ്മൾ ഇടയ്ക്കിടെ അറിയാതെയാണെങ്കിലും നമ്മുടെ കൈകൾ ഉപയോഗിച്ച് നമ്മുടെ കണ്ണുകൾ റബ്ബ് ചെയ്യാറുണ്ട് അഥവാ തിരുമാറുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ കണ്ണുകൾ തിരുമുന്നത് യഥാർത്ഥത്തിൽ വളരെയധികം മോശമായിട്ടുള്ള ഒരു ഹാബിറ്റാണ്. അതിന് ഒരുപാടധികം കാരണങ്ങൾ തന്നെ ഉണ്ട്. ആദ്യത്തേത്, നമ്മുടെ കൈകളിലുള്ള ജേംസ് എല്ലാം തന്നെ നമ്മുടെ കണ്ണുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ കണ്ണുകൾക്ക് ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് കാഴ്ചശക്തിയെ പോലും ബാധിച്ചേക്കാവുന്ന ഒരു മോശം ശീലമാണ്. ഇനി നമ്മൾ കൈകൾ കഴുകിയതിന് ശേഷം കണ്ണുകൾ തിരുമുകയാണെങ്കിൽ പോലും നമ്മുടെ കണ്ണുകൾക്ക് അതായത് ഐ ബ്ലഡ് വെസൽസിന് വളരെയധികം ഡാമേജസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. വളരെ നേർത്ത ബ്ലഡ് വെസൽസ് ആണ് നമ്മുടെ കണ്ണുകൾക്ക് ചുറ്റുമുള്ളത്. അവിടെ നമ്മൾ ഒരല്പം പ്രഷർ ഉപയോഗിച്ച് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബ്ലഡ് വെസൽസ് എല്ലാം തന്നെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് കണ്ണുകൾക്കിടയിൽ ഒരു ഇച്ചി ഫീലിംഗ് വരുന്ന സമയത്ത്, അതായത് നമുക്ക് കണ്ണുകൾ തിരുമണമെന്ന് തോന്നുന്ന സമയത്ത് വളരെ ജെന്റിലായി മാത്രം പതിയെ മാത്രം നമ്മുടെ കണ്ണുകളെ ഒന്ന് തഴുകാവുന്നതാണ്. ഒരു കാരണവശാലും ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രഷർ ഉപയോഗിച്ചുകൊണ്ടോ റബ്ബ് ചെയ്യാൻ പാടുള്ളതല്ല. മൂന്നാമത്തെ ശീലം എന്ന് പറയുന്നത് റീഡിംഗ് വൈൽ ട്രാവലിംഗ് ആണ്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് പുസ്തകങ്ങൾ വായിക്കുന്നത് പലരുടെയും ശീലമാണ്. ദൂരയാത്രകളൊക്കെ ആണെങ്കിൽ ഒരുപാടധികം സമയം ബോറടിക്കുന്നതിനാൽ ഇത്തരത്തിൽ പുസ്തകങ്ങൾ വായിക്കുന്നത് ശീലമാക്കിയവർ യഥാർത്ഥത്തിൽ അവരുടെ കണ്ണുകൾക്ക് വളരെയധികം സ്ട്രെയിൻ കൊടുത്തുകൊണ്ടാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്. എന്നാൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എഴുതുകയോ വായിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ കണ്ണുകൾക്ക് ഒരുപാടധികം സ്ട്രെയിൻ കൊടുക്കുകയും അതുകൊണ്ട് തന്നെ അത് നമ്മുടെ കാഴ്ചശക്തിയെ വളരെ മോശമായി ബാധിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കണ്ണുകൾ പെട്ടെന്ന് ടയേർഡ് ആവുകയും നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഡിസിനെസ് ഒക്കെ ഫീൽ ചെയ്യാനും സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് ആളുകൾ പുസ്തകങ്ങൾ വായിക്കുന്നതിന് പകരം ഫോണാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഫോൺ യൂസേജ് കാരണം കൂടുതൽ നമ്മുടെ കണ്ണുകൾ സ്ട്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയും ആ ബ്ലൂ ലൈറ്റ് എമിഷൻ കാരണം നമ്മുടെ കണ്ണുകൾക്ക് വീണ്ടും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് യാതൊരു വിധത്തിലും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല.
നാലാമത്തേത് നോട്ട് വെയറിംഗ് സൺഗ്ലാസസ്. ആളുകൾ പലപ്പോഴും സൺഗ്ലാസസ് ഉപയോഗിക്കുന്നത് ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും സ്റ്റൈലിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സൺഗ്ലാസസിൻ്റെ ഉപയോഗം അതല്ല. മറിച്ച് നമ്മുടെ കണ്ണുകളെ 100% UV റേസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൺഗ്ലാസസ് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നമ്മൾ അങ്ങനെയല്ല സൺഗ്ലാസസ് പർച്ചേസ് ചെയ്യുന്നത്. വളരെയധികം ക്വാളിറ്റി കുറഞ്ഞ അഫോർഡബിൾ റേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സൺഗ്ലാസസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ സൺഗ്ലാസസ് പർച്ചേസ് ചെയ്യുന്നത് സ്റ്റൈല് ബേസ് ചെയ്തിട്ടല്ല, മറിച്ച് അതിൻ്റെ ക്വാളിറ്റിയും അത് 100% UV റേസിൽ നിന്നും നമ്മുടെ കണ്ണുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നും മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള സൺഗ്ലാസസ് മാത്രം നമ്മൾ വെയർ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് UV റേസിൻ്റെ കാരണങ്ങൾ കൊണ്ട് തന്നെ പ്രീമച്വർ ഏജിങ് ആവുകയും നമ്മുടെ കണ്ണുകളുടെ കാഴ്ചശക്തി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നഷ്ടപ്പെടാനും നമുക്ക് സാധ്യതയുണ്ട്. അടുത്ത ഹാബിറ്റ് എന്ന് പറയുന്നത് വർക്കിംഗ് ഓർ സ്റ്റഡിയിങ് അണ്ടർ ലോ ലൈറ്റ് ആണ്. നമ്മൾ പലപ്പോഴും എക്സാമിൻ്റെ തലേന്ന് അല്ല എങ്കിൽ നമ്മുടെ വർക്കിൻ്റെ കാര്യമായിട്ട് വളരെ ഏർജൻ്റ് ആയിട്ടുള്ള വർക്ക്സൊക്കെ വളരെ രാത്രിയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ലോ ലൈറ്റിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്നുണ്ടാവുക. ഇത്തരത്തിൽ പ്രോപ്പർ അല്ലാത്ത ലൈറ്റിങ്ങിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വായിക്കുകയോ എഴുതുകയോ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ കണ്ണുകളെ വളരെയധികം വീക്കൻ ചെയ്യുകയും നമ്മുടെ കണ്ണുകളുടെ കാഴ്ചശക്തിയെ അത് മോശമായി ബാധിക്കുകയും ചെയ്യുന്നു. അതുപോലെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മറ്റൊരു ഹാബിറ്റാണ് റൂം ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷവും മൊബൈൽ ഫോൺസ് ഉപയോഗിക്കുന്നത്. പ്രോപ്പർ ലൈറ്റിങ്ങിലല്ലാതെ നമ്മൾ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺസിൽ നിന്നും ബ്ലൂ ലൈറ്റ് എമിഷൻ ഉണ്ടാവുകയും ഇത് നമ്മുടെ കണ്ണുകൾക്ക് വളരെയധികം ദോഷമായിട്ടുള്ള ഒരു വിഷൻ ഇമ്പയർമെൻറ്റ് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ റൂം ലൈറ്റ്സ് ഓഫ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ ഒട്ടും ലൈറ്റ് ഇല്ലാത്ത സമയത്തോ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. അത് നമ്മുടെ കണ്ണുകളുടെ കാഴ്ചശക്തിയെ വളരെയധികം തകരാറിലാക്കുന്ന ഒരു ശീലമാണ്. അടുത്ത ശീലം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിനെ പറ്റിയാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ല എന്നത് സത്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടത്ര ന്യൂട്രിയൻസും അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും നമ്മൾ കഴിക്കുന്നില്ല എന്നതും ഒരു സത്യമാണ്. നമ്മൾ പലപ്പോഴും കഴിക്കുന്ന ഭക്ഷണത്തിൽ കണ്ണുകൾക്ക് വേണ്ടി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ്. അതിന് പകരം നമ്മൾ വളരെ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തിനും അതുപോലെ നമ്മുടെ കണ്ണുകൾക്കും വളരെയധികം ദോഷമാണ് വരുത്തി വയ്ക്കുന്നത്. ഇതിന് പകരം നമ്മുടെ കണ്ണുകൾക്ക് നമ്മുടെ കാഴ്ചശക്തിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള സിയാസാന്തിൻ അതുപോലെ ല്യൂട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ കണ്ണുകൾക്ക് വളരെയധികം ആവശ്യമുള്ള 2 വിറ്റമിനുകളാണ് വിറ്റമിൻ എ ആൻഡ് വിറ്റമിൻ സി. അതുകൊണ്ട് വിറ്റമിൻ എയും വിറ്റമിൻ സിയും അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂട്രിയൻ്റ് ആണ് ഒമേഗ 3. അതുകൊണ്ട് ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസസിനെ പറ്റിയിട്ടാണ്. നമ്മൾ പലപ്പോഴും ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഓർക്കാത്തൊരു കാര്യമാണ് നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടിയുള്ള വർക്കൗട്ട് അഥവാ എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മൾ ജിമ്മിൽ പോയി ട്രെയിൻ ചെയ്യുന്ന സമയത്തൊന്നും നമ്മുടെ ബോഡിക്ക് വേണ്ടിയല്ലാതെ നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടിയോ ഐ മസിൽസിന് വേണ്ടിയോ നമ്മളൊന്നും തന്നെ ചെയ്യുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റവും അധികം വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനാണ് നമ്മുടെ കണ്ണുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് കണ്ണുകളെ സ്ട്രെങ്തൻ ചെയ്യിക്കാനും ഐ മസിൽസിന് കൂടുതൽ കരുത്ത് നൽകാനും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരുപാടധികം എക്സസൈസസ് ഉണ്ട്. ഉദാഹരണത്തിന് കണ്ണുകൾ ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുറേ നേരം അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ കണ്ണുകൾ തുറക്കുക. അതുപോലെ നമ്മുടെ കണ്ണുകളെ സർക്കുലർ മോഷനിൽ ഒരു 30 സെക്കൻഡ് നേരം 2 വശങ്ങളിലേക്കും കൊണ്ടുപോവുക. ഇത്തരത്തിൽ ഒരുപാട് രീതിയിൽ നമുക്ക് ഐ എക്സസൈസസ് പ്രാക്ടീസ് ചെയ്യുകയും നമ്മുടെ കണ്ണുകളുടെ സ്ട്രെയിൻ കുറയ്ക്കുകയും നമ്മുടെ ഐ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഹാബിറ്റാണ് അടുത്തതായി പറയാൻ പോകുന്നത് ഐ വാഷ് റുട്ടീൻ. പലപ്പോഴും നമ്മൾ മുഖം കഴുകുന്ന സമയത്ത് അതിൻ്റെ കൂടെ കണ്ണ് കഴുകുന്നതല്ലാതെ നമ്മൾ ഐ വാഷിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. എന്നാൽ നമ്മുടെ കണ്ണുകളെ എക്സ്ക്ലൂസീവായി വാഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഐ വാഷ് കപ്സ് അവൈലബിൾ ആണ്. അതുപോലെ നോർമൽ വാട്ടർ മാത്രം യൂസ് ചെയ്യുന്നതിന് പകരം അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ കൂടി ആഡ് ചെയ്ത് നമ്മുടെ കണ്ണുകൾ കഴുകുന്നതും നമ്മുടെ കണ്ണുകൾക്ക് വളരെയധികം നല്ലതാണ്. ഇത്തരത്തിൽ നല്ല രീതിയിൽ നമ്മുടെ കണ്ണുകൾ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ കണ്ണുകളെ ഇൻഫെക്ഷൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ശീലങ്ങളെല്ലാം തന്നെ നമ്മുടെ കണ്ണുകളുമായി ബന്ധപ്പെട്ടതും നമ്മുടെ കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ടതുമാണ്. എന്നാൽ ഇത് മാത്രം പോരാ നമ്മുടെ കണ്ണുകളുടെ ഹെൽത്ത് അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ കണ്ണുകൾ ചെക്കപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും റെഗുലറായിട്ട് നമ്മൾ ഐ ചെക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ കണ്ണുകൾ ഹെൽത്തിയാണെന്ന് ഉറപ്പുവരുത്തുകയും
ഇനിയല്ല എങ്കിൽ ഒപ്താൽമോളജിസ്റ്റിൻ്റെ സഹായത്തോടെ നമ്മുടെ കണ്ണുകൾക്ക് ആവശ്യമായ കെയർ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കണ്ണുകൾ റെഗുലറായിട്ട് ഐ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ കാഴ്ചശക്തിക്കും വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് എല്ലാം തന്നെ നമ്മുടെ കണ്ണുകളുമായി ബന്ധപ്പെട്ടതും നമ്മുടെ കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ഫോളോ ചെയ്യുന്ന ചില ശീലങ്ങളെ പറ്റിയാണ്. കണ്ണുകളും കാഴ്ചശക്തിയും നമ്മുടെ ജീവിതത്തിൽ എത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുകൾക്ക് ആവശ്യമായ കെയർ എപ്പോഴും നൽകാൻ വേണ്ടി ശ്രമിക്കുക.